ഇതിന്റെ പേര് ആനപ്പൂച്ചിയെന്നാ. അത് തിന്നാലേ വിറ്റാമിൻ സി WQRS ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ പോണത് എടാ അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കണടാ. ഇതെന്ന് പറഞ്ഞാൽ കേരളീയമായ ഒരു തനിമയാണ്. ഇത് കേരളത്തിൽ നമ്മളെ മണ്ണിലുണ്ടായ ശുദ്ധമായ മണ്ണിലുണ്ടാവണ വൈറ്റമിൻസിന്. ഇതിന് വളമൊന്നും വേണ്ട. ഇതൊന്ന് താഴെ അങ്ങ് കുതിച്ചു വരും. മറ്റതൊക്കെ തിന്നാലേ വയറിനകത്ത് പുണ്ണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും. മാമ ഈ സാധനമൊക്കെ കഴിച്ചിട്ട് മാമന്റെ കുടലിലുള്ള പുണ്ണിനൊരു കുറവില്ലല്ലോ. മാമ ഇന്നലെയും കൂടെ ആശുപത്രി പോയി ഇൻഡക്ഷൻ എടുത്തല്ലോ. ചേടാ നീ ആള് കൊള്ളാലേടേ. ഞാൻ ആശുപത്രി പോണ കാര്യങ്ങളൊക്കെ നീ ഇതെങ്ങനെ അറിയണം? വീട്ടിൽ നിന്ന് കൊച്ചു ചേർക്കലാണെങ്കിലും എടാ അത് ചുമ്മാ പോണേടാ. നമ്മളെ പോലുള്ള ആൾക്കാർ പോയി ആശുപത്രി വല്ലതും കൊടുത്താലേ അവരെ പോലുള്ളവർക്ക് മിച്ചമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആശുപത്രി പോലും ട്രിപ്പ് ഇട്ടില്ലെങ്കിലേ മാമൻ എന്തോ ചുഴലി പോലെയാണ്. അതുകൊണ്ട് പോണം. അല്ലാതെ ഇവിടെ പ്രകൃതിയിലുള്ള സാധനം കഴിച്ചൊന്നും ഒരു അസുഖം വരില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യം നിന്റെ അടുത്ത് ആര് പറഞ്ഞ? നീ ഇത് എങ്ങോട്ട് പോണത്? അത് ഞാൻ വല്ലപ്പൊരിക്കാണ് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടിച്ചു പറയും പൊട്ടിച്ചു പറയും തിന്നണത്. ഇവിടെ നീ ശല്യം ചെയ്യാതെ പോ. മക്കള് വീട്ടിൽ പോ. സ്കൂളൊക്കെ അടച്ചില്ല. ഞാൻ ഇപ്പൊ ട്യൂഷൻ പോണ്. ട്യൂഷൻ പോവാ നീ? ഞാൻ അവിടെ വീടിനടുത്ത്. അപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞ് ഒരു കഥ പറയാൻ. അപ്പൊ ഞാൻ എണീറ്റ് നിന്നപ്പോഴത്തേക്കും എന്റെ തുണി അങ്ങ് ഊരിപ്പോയി. അതല്ല മാമ, ഞാൻ വേർത്തു പോയി. അപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ രമേശ് പറഞ്ഞത്, നിന്റെ മാമ നല്ലതായിട്ട് കഥ പറയല്ല, നിന്റെ മാമ വഴിയിലിരുന്ന് കഥയൊക്കെ പറയണത് ഞാൻ കേട്ടു. അതാണ് ഞാൻ മാമന്റെ അടുത്ത് വന്നത്. മാമ ഒരു കഥ പറഞ്ഞോ? എടാ അവൻ പൊട്ടയടാ. നിന്റെ ടീച്ചറിന് മുമ്പ് പറയേണ്ട കഥയൊന്നും മാമന്റെ ഇല്ല. മാമൻ പണ്ടൊരു കാലത്ത് ഭയങ്കര കഥ പറച്ചിലും എഴുത്തും ഒക്കെ ആയിരുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാമൻ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടെന്ന്. എന്റെ പെങ്ങളെ കൊണ്ട് തോറ്റി പിള്ളേരെ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണോ? ഇടാ അത് അവള് ചുമ്മാ പറഞ്ഞടാ. അവക്കാണ് ശരിക്കും പറഞ്ഞ എഴുത്തും വായന അറിഞ്ഞൂടാത്തത്. അതുകൊണ്ട് മക കഥയല്ലേ വേണം. ഒരു കിടുക്കാച്ചി കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ട് 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 പണ്ടൊന്നും വേണ്ട, ഇപ്പൊ നോർമൽ ആയിട്ട് ഡോറയുടെ ബുച്ചിയിലെ കഥ പോലെ പറയാൻ പറ്റൂലടാ. അത് ഒരിടത്ത് ചെന്നിട്ട് ഈക്കിലെടുക്കട്ടെ കൊമ്പെടുക്കട്ടെ അങ്ങനെ. ഇത് മാമന്റെ കഥ എന്ന് പറഞ്ഞാ ഇത് നടക്കണത് രണ്ട് കൂട്ടുകാരന്മാരുണ്ട്. ഒരു വെള്ള കൂട്ടുകാരനും ഒരു കറുത്ത കൂട്ടുകാരൻ. ഇവർ രണ്ടുപേരും കൂടെ കുളിക്കാൻ പോവും. കുളിക്കാൻ പോകുമ്പോ എന്ത് ചെയ്യുന്നറിയുമ്പോ അങ്ങനെ പോക്കുമ്പോ ഭയങ്കര വെള്ളം. ഇവർ രണ്ടുപേരും കൂടെ കുളിക്കാൻ വേണ്ടി പോകുമ്പം രണ്ടുപേരും കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഈ വെള്ളക്കാരൻ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുമ്പം കറുത്തവനെ കാണാനില്ല. എന്റെ അപ്പോ ഈ വെള്ളക്കാരൻ ഇവിടെ കിടന്ന് നിലവിളിക്കും, എന്ത് ചെയ്യും? സസ്പെൻസ് ഇടാതെ പറവാണോ? വെള്ളക്കാരൻ എന്തൊരു ചെയ്യും? അത് എന്നോട് മാമൻ ആലോചിക്കണം. ഈ വെള്ളക്കാർ എന്തൊരു ചെയ്യുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. ഈ മാമൻ ഈ വെള്ളക്കാർ എന്തൊരു മാമന്റെ കഥയല്ലേ ഇത്? മാമൻ പറ. അതെനിക്ക് അപ്പൊ ഈ വെള്ളക്കാരൻ ഞാൻ ഈ ആലോചിക്കുകയാണ്. കറുപ്പുകാരനും വെള്ളക്കാരനോട് കുളിക്കാൻ ചെന്നു. അപ്പൊ എന്നാൽ ഈ കറുപ്പുകാരൻ എങ്ങോട്ട് പോയി എന്നാണ് എന്റെ കഥയാണല്ലേ. ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെടും? നീ ആലോചിച്ച് നോക്കിയാണ് മാമ എങ്ങനെ പറഞ്ഞതെന്ന്. മാമ ആലോചിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോണം, ഞാൻ വീട്ടിൽ കാണും. നല്ല മാമന്റെ അടുത്ത് തന്നെ പോണം, ഞാൻ പോണം. എന്നാൽ ഈ വെള്ളക്കാരൻ അത് അങ്ങനല്ലല്ലോ. അത് നല്ല സമയത്ത് ഈ പിള്ളേരെ മുമ്പ് ഒന്ന് ഹീറാവാൻ നോക്കിയപ്പം അപ്പോഴേ എന്റെ അമ്മ പറഞ്ഞു മാമനെന്തോ കുഴപ്പമുണ്ടെന്ന്. എനിക്കെന്തൊരു കുഴപ്പം? ചുമ്മാ ഞാൻ പൊളിച്ചിരിക്കുന്നോണ്ട് എന്നെ വന്നേ. എനിക്കെല്ലാം കുഴപ്പമുണ്ടാ? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഇല്ലേ? പിന്നെ എന്തിനാ ആ വർത്താനം പറഞ്ഞു? എന്തായാലും അവളെടുത്ത് രണ്ട് വർത്താനം കേട്ടിട്ട് വായിക്കാറുള്ളൂ.